ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പാണ്. ബീട്രൂട്ട് വെച്ചിട്ട് ആരും അങ്ങനെ സൂപ്പ് ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടൊരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബീട്രൂട്ടൊക്കെ തൊലി കട്ട് ചെയ്തെടുക്കാം. ഒരു ബീട്രൂട്ട്, ചെറിയൊരു ക്യാരറ്റ്, ഒരു ചെറിയൊരു ചേമ്പും കിഴങ്ങ്, ലേശം ക്യാബേജ്, ബീൻസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേമ്പ് കിഴങ്ങ് ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സവാള, ഇത്തിരി പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പട്ട, ഗ്രാമ്പു, ലേശം ചെറുതായിട്ട് ഒരു മണത്തിന് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു പറഞ്ഞാൽ അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കൊട്ടി കൊടുക്കുന്നുണ്ട്. എന്ത് ഇഷ്ടമില്ലാത്ത പച്ചക്കറിയാണെങ്കിലും ഇതുപോലെ ചെയ്തു എന്ന് വെച്ചാൽ കഴിച്ചാൽ നമുക്ക് ഭയങ്കര ഹെൽത്തിയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാൻ. ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചതച്ചതാണ്. ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ, മൂടി വെച്ച് കൊടുക്കാം. ഇതോട്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചേമ്പ് കിഴങ്ങ് എടുത്തുകൊണ്ട് തന്നെ അത് തിക്കായി വരും. വേറെ കോൺഫ്ലവറിൻ്റെ ആവശ്യമില്ല. പിന്നെ സാധാരണ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് ആരും ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. ആ ഗ്രാമ്പൂവിൻ്റെയും പട്ടിൻ്റെയും ഇതിൻ്റെ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു പ്രത്യേക മണമാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഈ മഞ്ഞ സമയത്ത് വൈകുന്നേരമോ രാവിലെ ഇതുപോലെ ഒരു സൂപ്പ് കിട്ടിയ സൂപ്പറായിരിക്കും കേട്ടോ. ചൂട് കൊടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട്.